നമസ്കാരം. നമസ്തേ. ഇന്നലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു ഇസ്രയേൽ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ ആദരിക്കുന്ന ഒരു രംഗം. മോദി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പാർലമെൻറ്റിലെ അംഗങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് ഇന്ത്യ മുഴുവൻ അത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതാണ് സത്യം. പുതിയ ഒരു ട്രീറ്റി, അതായത് പുതിയൊരു സഖ്യം ഇസ്രയേൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സഖ്യം വരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായി തീരുമെന്ന് അവർ തന്നെ മനസ്സിലാക്കിയപ്പോൾ അതിന് പ്രതികരണവും വന്നിരിക്കുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നത്? ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അലയൻസ് ഓഫ് ഹെക്സഗൺ എന്ന ഒരു സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ആ സഖ്യത്തിൽ ഇന്ത്യ ചേരുമോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. മാത്രവുമല്ല, ആ സഖ്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല. എങ്കിലും അങ്ങനെ ഒരു ആശയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു കൗതുകകരമായ അല്ലെങ്കിൽ ഒരു പുതിയ ആശയമാണ്. എന്താണ് ഈ അലയൻസ് ഓഫ് ഹെക്സഗൺ? അതില് ചില ഗൾഫ് രാജ്യങ്ങളും അതുമായിട്ട് സഹകരിക്കും എന്നൊരു സൂചനയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമായിട്ടും UAE എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ സഖ്യത്തിൽ പിന്നെ ഗ്രീസും ഉണ്ടാകും എന്ന മറ്റൊരു സൂചനയുണ്ട്. സൈപ്രസ്, ഗ്രീസ്, ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ. ഇതിൻ്റെ ഒരു ഈ ആശയം എന്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, ഇങ്ങനെ 3 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സഖ്യം പല രീതിയിലും ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു സഖ്യ സംവിധാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ തന്നെ ഒരു സഖ്യ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് സൈനിക സഹായം കൊടുക്കുന്നതിലേക്കൂടെ ഉണ്ട്. ഈ ഒരു സഖ്യത്തിലേക്ക് തുർക്കിയും ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ഉണ്ട്. പക്ഷെ തുർക്കിക്കും സൗദിക്കും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പാകിസ്ഥാനും തുർക്കിക്കും തമ്മിൽ കുറച്ചുകൂടെ ദൃഢമായ സൗഹൃദമുണ്ട്. ഗൾഫും തുർക്കിയും തമ്മിൽ അത്ര ഒരു വലിയ സൗഹൃദമില്ല. കാരണം അങ്ങനെ ഒരു ഖിലാഫത്ത്, തുർക്കി ആസ്ഥാനമായിട്ട്, തുർക്കിയെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാവായിട്ടൊന്നും ഗൾഫ് കാണില്ല. അത് സൗദിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സൗദി ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃസ്ഥാനത്ത് എന്നുള്ള സങ്കല്പമാണ് സൗദിയിലുള്ളത്. എങ്കിലും സുന്നി വിചാരധാരയിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രങ്ങൾ എന്നുള്ള നിലയിൽ അവര് സഹകരിക്കുന്നു. ഈ ഒരു സഖ്യത്തിന്റെ രൂപീകരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം തുർക്കിയും ഇസ്രായേലും സഖ്യരാജ്യങ്ങളല്ല. അവർക്ക് ഒരുപാട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തുർക്കി സാങ്കേതിക വിദ്യയിൽ അത്യാവശ്യം നല്ല മുന്നിലുള്ള ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങളിലെ സാങ്കേതികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ബൈറക്ടർ എന്നൊരു ഡ്രോണ്, ബൈറക്ടർ TB എന്ന ഒരു ഡ്രോണ് ഈ തുർക്കിയുടേതാണ്. അത് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മെയിൽ എന്ന് പറയുന്ന, അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ ആണ്. അതിൻ്റെ ഒരു വിശദീകരണത്തോടെ ഞാൻ തരാം. അത് വെറുതെ സാങ്കേതികത പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. ഏതാണ്ട് 30,000 അടി ഉയരത്തിൽ പറക്കുകയും ഒരു ദിവസം 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഇന്ധനമൊന്നും പുതുതായിട്ട് റീചാർജ് ചെയ്യാതെ ആകാശത്തിൽ നിൽക്കുകയും ചെയ്യുന്ന തരം ഡ്രോണുകളെയാണ് മെയിൽ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്. അത്തരത്തിലുള്ള ഡ്രോണാണ് ബൈറക്ടർ TB2. ഈ ബൈറക്ടർ TB2 ഈ അടുത്ത കാലം വരെ യുദ്ധങ്ങളിൽ അത് ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിൻ്റെ പ്രസക്തി അങ്ങ് ഇല്ലാതായി. കാരണം അതിപ്പോൾ വെടിവെച്ചിടാൻ തുടങ്ങി ധാരാളമായിട്ട്. അപ്പം ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കൈവശം യഥാർത്ഥത്തിൽ 15-20 ബൈറക്ടർ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ ഉപയോഗിക്കാൻ തയ്യാറായില്ല. ആദ്യത്തെ 2 ഡ്രോൺ വെടിവെച്ചിട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ ഈ ഡ്രോണുകളെ അങ്ങ് പിൻവലിച്ചു. അപ്പോൾ ഒരു ഹൈലി കോണ്ടസ്റ്റഡ്, അതായത് ലെയേർഡ് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്ന സംവിധാനം, പല തട്ടുകളായിട്ടുള്ള മിസൈൽ ഡിഫൻസ് ഉള്ള ഒരു രാജ്യത്തിനെതിരെ ഈ ബൈറക്ടർ ഡ്രോൺ കൊണ്ട് പ്രയോജനമില്ല. എങ്കിലും അത് ഒരു തുർക്കിയുടെ ഒരു സാങ്കേതിക ശേഷിയുടെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാം. അതുകൂടാതെ അക്കിൻകി എന്ന് പറയുന്ന
പുതിയ ഡ്രോണുകളും ഒക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് യുദ്ധവിമാനം നിർമ്മിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതുവരെ അത് പിന്നെ പരീക്ഷണ പറക്കലൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേല് ഈ ഹെക്സാഗൺ ഓഫ് അലയൻസ് എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയും ഗ്രീസും തുർക്കിയും തമ്മിൽ ഇപ്പോൾ തന്നെ ഈ നല്ല ബന്ധമാണ്. ഗ്രീക്ക് പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്നത് വായിച്ചു കാണുമല്ലോ. ഇന്ത്യയുമായിട്ട് അവർ കരാറുകളിലൊക്കെ ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന ഒരു ആശയം, ആ ആശയത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ്, ഗൾഫ്, പിന്നെ ഇന്ത്യ, യൂറോപ്പ്, ഈ 3 സ്ഥലങ്ങളിലെ രാഷ്ട്രങ്ങൾ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ. അത് സാമ്പത്തിക കൂട്ടായ്മ. അവിടെ ഫ്രീ ട്രേഡ്, നികുതിയില്ലാത്ത വ്യാപാരം, അല്ലെങ്കിൽ നികുതി വളരെ കുറഞ്ഞ 5% താഴെ മിക്ക ഉൽപ്പന്നങ്ങൾക്കും അത്രമാത്രം ടാക്സ് മാത്രമുള്ള ഒരു സംവിധാനം. അതുപോലെ ഈ രാജ്യങ്ങളിൽ നിന്നും ചരക്കുകൾ വളരെ സുഗമമായിട്ട് ഒഴുകുന്ന ഒരു സംവിധാനം. അതുപോലെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ അതിനൊന്നും ബുദ്ധിമുട്ടില്ലാതാവുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു പിന്നെ ആശയം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഖ്യം ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഗൾഫുമായി GCCയുമായിട്ടൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്ത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യൂറോപ്യൻ യൂണിയനുമായിട്ട്. അപ്പോൾ ഇസ്രായേല് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ഒരു നാറ്റോയ്ക്ക് പുറത്ത്, നാറ്റോയുടെ അല്ലാത്ത ഒരു സഖ്യം, സൈനിക സഖ്യം എന്ന രീതിയിലേക്ക് അത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇതിൽ പ്രത്യക്ഷമായിട്ട് ഇതിൽ അംഗമാകുന്നതിൽ ചില തടസ്സങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനെ പോലുള്ള ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഈ ആശയത്തെ പറ്റി പറയുമ്പോൾ സുന്നി ഭീകരതയും ഷിയ ഭീകരതയും ഒരുപോലെ നേരിടാനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പം ഇസ്രായേല് അവരുടെ ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇവിടെ നമുക്ക് ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇസ്രായേൽ നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദി അവിടെ ചെന്നിരിക്കുന്നത് പുതിയ ആയുധങ്ങൾ വാങ്ങാനും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഹൈടെക് മേഖലകൾ, ഇതിലൊക്കെ ഇസ്രായേലുമായിട്ടുള്ള സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ടാണ് മോദി അവിടെ ചെന്നിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേലിന് യാതൊരു മടിയുമില്ല. അത് അങ്ങനെ അപൂർവ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പം അമേരിക്ക ഒന്നും ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അമേരിക്ക ടെക്നോളജി തരില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇന്ത്യക്ക് സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ ഇസ്രായേലിന് വിരോധമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിൽ ഹെക്സഗൺ ഓഫ് അലയൻസ് ഇന്ത്യയും അത്യാവശ്യം ആകർഷിക്കും. കാരണം ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഇപ്പോൾ ശത്രുതയിലാണ്. പാകിസ്ഥാന് വേണ്ട ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് തുർക്കിയാണ്. അപ്പം ഈ ഒരു ആശയത്തെ ഇന്ത്യ തള്ളിക്കളയില്ല. പെട്ടെന്ന് അതിലേക്കൊരു സഖ്യത്തിലേക്ക് ചേരുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഇതങ്ങനെ തള്ളിക്കളയില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഒരു രഹസ്യ പിന്തുണ ഈ ഒരു നിർദ്ദേശത്തിനുണ്ട്. അതായത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും റഷ്യൻ ബ്ലോക്കിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വലിയ സൗഹൃദത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സഖ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന് ഇസ്രായേൽ വഴി ഇന്ത്യക്ക് സാങ്കേതിക വിദ്യകളൊക്കെ നൽകിക്കൊണ്ട് പതുക്കെ റഷ്യയിൽ നിന്നും, റഷ്യൻ ഒരു സ്വാധീനത്തിൽ നിന്നും ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ദീർഘകാല പദ്ധതി അമേരിക്കയ്ക്കുള്ളത് കൊണ്ട് അമേരിക്കയുടെ തന്നെ ഒരുപക്ഷെ നിർദ്ദേശപ്രകാരമായിരിക്കാം ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ചർച്ചകൾ, ഇതിൻ്റെ പല തലത്തിലുള്ള പിന്നെ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ പല മേഖലയിൽ നടക്കും. കൂടുതൽ സഹകരണത്തിലേക്ക് അല്ല, ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞല്ലേ? തീർച്ചയായിട്ടും. ഞാനത് ഇടയ്ക്ക് വിട്ടുപോയി പറയാനായിട്ട്. പാകിസ്ഥാന് ഇന്നലെ അതിശക്തമായ രീതിയിൽ പാകിസ്ഥാൻ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുകയും മാത്രമല്ല, ഇത് ഇസ്ലാമിക ഉമ്മത്തിനെതിരാണ്. ഉമ്മ എന്ന് പറയുന്നത്
ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കൂട്ടായ്മ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അറബി വാക്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്ലാമിക കൂട്ടായ്മയ്ക്കെതിരെ ഉള്ള ഒരു നീക്കമായിട്ടാണ് പാകിസ്ഥാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പാകിസ്ഥാന് ഇതിനെ നേരിടാൻ വേണ്ട ഒരു സഖ്യങ്ങൾ പാകിസ്ഥാൻ രൂപപ്പെടുത്തും, അല്ലെങ്കിൽ തുർക്കിയും പാകിസ്ഥാനും കഴിയുന്നത്ര ഇസ്ലാമിക രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സഖ്യം വികസിപ്പിക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ നൽകുന്ന ഒരു സൂചന. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു രണ്ട് സഖ്യങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ഒന്ന്, ഇസ്രായേലും ഇന്ത്യയും അടങ്ങുന്ന ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഗൾഫ് പൂർണ്ണമായിട്ടും ആ കൂട്ടായ്മയ്ക്ക് പുറത്തൊന്നുമല്ല. കാരണം ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും UAE ഒരു വലിയ രീതിയിൽ അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. പല പിന്നെ അറബ് രാജ്യങ്ങൾക്കും ഇന്ന് ഇസ്രായേൽ അത്ര വലിയൊരു ഒരു പ്രശ്നക്കാരനൊന്നുമല്ല. അവര് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ അറബ് രാജ്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അറബ് രാജ്യങ്ങൾ 1960കളുടെ ഒടുവിൽ അവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അറബ് അലയൻസ് ആയിരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. അങ്ങനെ ഒരു ആക്രമണം, ഹമാസിനെതിരെ ഇത്ര വലിയ ആക്രമണം, ഇസ്രായേൽ ഒരു കൊല്ലത്തോളം നീളുന്ന ആക്രമണം അഴിച്ചുവിട്ടിട്ടും ഒരൊറ്റ അറബ് രാജ്യവും അതിലിടപെട്ടില്ലല്ലോ. ഒറ്റ ഗൾഫ് രാജ്യം അതിൽ പിന്നെ സൈന്യത്തെ അങ്ങോട്ട് അയച്ചില്ലല്ലോ. ഈജിപ്ത് സൈന്യത്തെ അങ്ങോട്ട് നിയോഗിച്ചില്ലല്ലോ. ജോർഡാനോ അങ്ങോട്ട് സൈന്യത്തെ വിട്ടില്ലല്ലോ. അപ്പം മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസിൽ ഇങ്ങനെ രണ്ട് സഖ്യങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതൊരു ബ്രോഡർ ലെവലിൽ അത് എത്രമാത്രം ഒരു സൈനിക സഖ്യമാകും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും സാമ്പത്തിക സഹകരണത്തിന് പുതിയൊരു സഖ്യം ഉണ്ടാകും. അത് പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് അത് തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നുള്ളതിലും സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.